സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3 ദിവസം വരെ ആർത്തവാവധി അനുവദിക്കുക എന്ന സർക്കാർ തീരുമാനം ഉചിതമായ നിലപാടാണ് എന്ന് ഫാത്തിമ തഹലിയ MLA. കുട്ടികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല. വിദ്യാർത്ഥികളും സമ്മർദ്ദമടക്കമുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അത്തരം കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേത് എന്ന് ഫാത്തിമ തഹലിയ പ്രതികരിച്ചു. സർക്കാർ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു നിലപാടുകളിൽ ഒന്നാണ് ഇത്തരത്തിൽ നമ്മുടെ സ്കൂളുകളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ആർത്തവാവധി നൽകുക എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഡിക്ലറേഷൻ നടത്തിയത്. തീർച്ചയായിട്ടും ഇത് ലോകോത്തരമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ പല രാജ്യങ്ങളിലും ഇത് നേരത്തെ നടപ്പിലാക്കിയ കാര്യമാണ്. ഈ മൂഡ് സ്വിംഗ് ഒക്കെ ഉള്ള ആളുകൾ ബുദ്ധിമുട്ടിയിട്ടാണ് ക്ലാസ്സിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്. അവരൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടാണിത്. ഇത് നിർബന്ധിതമായിട്ടുള്ള അവധിയല്ലല്ലോ. താല്പര്യമുള്ള ആളുകൾക്ക് അവധിയെടുക്കാം. നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ആൺകുട്ടികളെയും ബോധവൽക്കരിപ്പിക്കേണ്ട കാര്യമുണ്ട്. AK അഭിലാഷ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. AK അഭിലാഷ്, നമ്മളിപ്പോ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രതികരണം കേട്ടു, ഫാത്തിമ തഹലിയ MLA പ്രതികരണം കേട്ടു, മറ്റ് പലരും ഇതിനെ എതിർപ്പറിയിച്ച ആളുകളുടെ വരെ പ്രതികരണങ്ങൾ കേട്ടു. ഇത് നിർബന്ധമായും ആർത്തവാവധി ദിനങ്ങൾ എല്ലാ സ്ത്രീകളും എല്ലാ പെൺകുട്ടികളും എടുത്തുകൊള്ളണം എന്ന രീതിയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ലല്ലോ. ഇനി ആളുകളിൽ ചിലർക്ക് ഇത് മറ്റുള്ളവർ അറിയുന്ന ബുദ്ധിമുട്ട് ആണ് എന്റെ ശാരീരിക വേദനയേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ചു വരാമല്ലോ. അത് ഇപ്പൊ നോക്കൂ, ഇപ്പൊ കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ചർച്ചയായ ഒരു കാര്യമാണ്. ഒരു അധ്യാപിക അവധിയെടുക്കുന്നു. ഹെഡ് മാസ്റ്റർ അതിന് ഒരുപക്ഷെ അനധികൃത അവധി എന്നുള്ളതായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, മണിക്കൂറുകൾ നിന്ന് ജോലി ചെയ്യേണ്ടുന്ന ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്നൊരു നിയമപരമായ സാഹചര്യം ഒരുക്കി വെക്കുക. വേണ്ടെങ്കിൽ വേണ്ട എന്ന നിലപാടെടുക്കുക എന്നതുപോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പല പ്രതികരണങ്ങളിൽ. തീർച്ചയായിട്ടും മാധു, വളരെ പോസിറ്റീവായി കാണേണ്ട ഒരു നിലപാടാണ് സർക്കാരിന്റെ നയമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ പെൺകുട്ടികളെ ഉൾക്കൊള്ളുന്ന ഒരു നിയമമാണ്. പക്ഷേ ഇതെന്തിനാണ് ഇത്രത്തോളം വിവാദമാക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ തന്നെ സംശയം ഉയർന്നു വരുന്നത്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള മുതിർന്ന വനിതാ നേതാക്കൾ വരെ ഇതിനെതിർത്ത് വരുമ്പോൾ അതിനെ അനുകൂലിച്ച് നിരവധി പേർ വരുന്നു എന്നതാണ്. ഇതെല്ലാവരും ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ നിർബന്ധിതമായ ഒരു അവധിയല്ല ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് ഈ അവധി എടുക്കാം. കാരണം പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് മൂഡ് സ്വിംഗ് ഉണ്ടാകുന്ന സമയമാണ് അത്. അതോടൊപ്പം തന്നെ ശാരീരികമായി മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അവർക്ക് വേണമെങ്കിൽ അവധി എടുക്കാം എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനർത്ഥം മറ്റുള്ളവർക്ക് നിർബന്ധമായി അവധി എടുക്കണമെന്ന് എവിടെയും പറയുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. അതിനനുസരിച്ച് തന്നെയായിരിക്കും സർക്കാർ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നൂർമിന റഷീദ് അടക്കമുള്ള മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കൾ വിമർശിക്കുമ്പോഴാണ് ഫാത്തിമ തഹലിയ അടക്കമുള്ള മറ്റു നേതാക്കൾ ഇതിനെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. കാരണം ദേശീയ തലത്തിൽ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ തന്നെ ഇതിന് സമാനമായ പല നിയമങ്ങളും പല രാജ്യങ്ങളിലുമുണ്ട്. അവിടെയൊക്കെ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ച് തന്നെയാണ് ചെയ്തത്. ഇത് ഏതെങ്കിലും തരത്തിൽ വിവാദമാക്കേണ്ടതില്ല. അതായത് ഏതെങ്കിലും തരത്തിൽ ആളുകളുടെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറ്റമല്ല ഇത് എന്ന് തന്നെയാണ് ഫാത്തിമ തഹലിയ പറയുന്നത്. ഏതായാലും ഈ സർക്കാരിന്റെ നിലപാടുകൾ ഒപ്പം നിൽക്കുന്ന നേതാക്കൾ തന്നെയാണ് ഇവരൊക്കെ, അതായത് ഫാത്തിമ തഹലിയ അടക്കമുള്ള നേതാക്കൾ. അതോടൊപ്പം തന്നെ പെൺകുട്ടികൾ ഭൂരിഭാഗവും ഇതേ നിലപാട് തന്നെയാണ്. കാരണം ജാമ്പവാന്റെ കാലത്തൊന്നുമല്ല നമ്മൾ ഈ ജീവിക്കുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട സ്വാഭാവികമായിട്ടുള്ള ജീവിതചര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇക്കാര്യത്തിലൊക്കെ കൃത്യമായ നടപടിയെടുത്ത് നിലപാട് സ്വീകരിച്ച് സർക്കാർ പോകുന്നു എന്നത് പോസിറ്റീവായി കാണുമ്പോൾ തന്നെ ഇത്തരത്തിൽ നിലപാടുമായി ചിലർ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ആർത്തവാവധിക്കെതിരെ പരാതിയുണ്ടെങ്കിൽ പുനഃപരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ. ആർത്തവ സമയത്ത് കഠിനമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ വരണമെന്ന് നിർബന്ധിക്കരുത് എന്നാണ് സർക്കാർ നിലപാട്. വിഷയത്തിൽ UDF-നകത്ത് അഭിപ്രായ വ്യത്യാസമില്ല എന്നും മന്ത്രി. അല്ല, UDF-ൽ അഭിപ്രായ വ്യത്യാസമൊന്നും ആ കാര്യത്തിലില്ല. അതൊരു പൊതു നിർദ്ദേശം വന്നതാണ്. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും കാര്യത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അപ്പോൾ ഉദ്യോഗാർത്ഥികളായ സ്ത്രീകൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾക്കും ചില ഇളവുകൾ ആ കാര്യത്തിൽ നൽകിക്കൂടെ എന്നുള്ളതാണ് ആ പ്രപ്പോസലിൻ്റെ കാര്യം. അങ്ങനെ ഒരു ലീവ് ഉണ്ട് എന്ന് കരുതി എല്ലാ കുട്ടികളും ആ ലീവ് എടുത്തോളുന്നില്ല. ആ ദിവസങ്ങളിൽ കഠിനമായ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളും സ്ത്രീകളുണ്ട്. അത് വളരെ മൈൽഡായിട്ട് കടന്നു പോകുന്ന ആ ദിവസങ്ങളും മറ്റുള്ള ദിവസങ്ങളെ പോലെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊന്നും ലീവ് എടുക്കണമെന്നില്ല. എന്നാൽ അത്തരം പ്രയാസം അനുഭവിക്കുന്നവരെ അന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും ജോലി ചെയ്യാനും നിർബന്ധിക്കരുത്. അതാണ് അതിൻ്റെ താല്പര്യം. ഇത്രയേ ഉള്ളൂ. വേണ്ടവർക്ക് എടുക്കാം. അപ്പോൾ അതിനൊരു അവസരം കൊടുത്തു.